ഞാനിന്ന് വൈകുന്നേരം വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനുള്ള മനസ്സിലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 2 മുട്ടയും 2 ബ്രെഡ് സ്ലൈസസും ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ 2 മുട്ടയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അത് ഞാൻ നല്ല രീതിക്ക് കലക്കിയെടുത്തു. നല്ല രീതിക്ക് ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം വേറൊരു പാൻ എടുത്ത് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഗാർലിക് ബട്ടർ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 2 ബ്രെഡ് സ്ലൈസസ് ഞാൻ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തു. ആ 2 സൈഡും നമുക്ക് ഏകദേശം കുറച്ച് ചെറുതായി മൊരിഞ്ഞ് വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അത് മാറ്റി വെച്ച ശേഷം ബട്ടറിലേക്ക് കുറച്ച് നേരത്തെ നമ്മൾ പൊട്ടിച്ച് ബ്ലെൻഡ് ചെയ്ത് വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ചു. അതിനുശേഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സവാള, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് പിസ്സ സീസണിങ്ങും, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ മേലെ ഇടാം. ഞാനിപ്പോൾ സവാള മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അത് ഒരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിട്ടു. ഇതാണ് ഈ ഭാഗത്തുള്ളത്. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ബ്രെഡ് എടുക്കുന്നു. അതിലേക്ക് നമ്മൾ കയ്യിൽ എന്താ ഉള്ള വെജീസ് അത് യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ടൊമാറ്റോ ആൻഡ് കുക്കുംബർ ആയതുകൊണ്ട് ഞാൻ അതാണ് മേലേക്ക് വെച്ചിരിക്കുന്നത്. ഇതൊരു തട്ടിക്കുട്ടി സാൻഡ്വിച്ച് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ അതാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട 4ആയിട്ട് മടക്കി ഞാൻ അതിൻ്റെ മേലേക്ക് വെച്ച് വേറെ ഉണ്ടായിരുന്ന ബ്രെഡ് സ്ലൈസസും കൂടെ അതിൻ്റെ മേലേക്ക് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ സാൻഡ്വിച്ച്. ഇതുപോലെ സിമ്പിൾ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ രസാരസം.